തൃശൂർ നഗരപരിസരങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് മാലിന്യം തള്ളുന്നതെന്ന് ആക്ഷേപം. പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. തൃശൂർ നായ്ക്കനാലിൽ ഹോം പ്ലസിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊരട്ടി മുരിങ്ങൂരിൽ കാർ അപകടത്തിൽപ്പെട്ട് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജയ്മോൻ, ജവാന എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ പലവട്ടം മറിഞ്ഞ ശേഷം റോഡരികിലെ മരത്തിൽ ഇടിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്ക്. കുളപ്പുള്ളി സ്വദേശി മദനമോഹനൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. നെടുപുഴയിൽ വാടക വീട്ടിൽ നിന്നും 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസ് പിടിയിലായി. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥന നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ തകൃതിയായി നടക്കുമ്പോഴും അധികൃതരുടെ ഒത്താശയോടെ ഹൃദയഭാഗത്തെ കാനകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. രാത്രിയുടെ മറവിൽ നഗരത്തിലെ പലയിടങ്ങളിലെ കാനകളിലും തോടുകളിലും സെപ്റ്റിക് മാലിന്യം വ്യാപകമായി തള്ളുന്നുണ്ടെങ്കിലും നടപടിയെടുക്കേണ്ടവർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ശക്തൻ നഗറിൽ സൺ ആശുപത്രിക്ക് സമീപമുള്ള കാനകളിലാണ് ദിനംപ്രതി എന്നോണം ലോഡ് കണക്കിന് സെപ്റ്റിക് മാലിന്യം തള്ളുന്നത്. ഇതുമൂലം ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ആശുപത്രിയിലെ രോഗികളും വഴിയാത്രക്കാരുമെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നത്. രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഡിവിഷൻ കൌൺസിലറോട് പരാതി പറയുമ്പോൾ പല ഭീഷണികളും ഉണ്ടാകുന്നുണ്ടെന്ന് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കൊക്കെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. അധികൃതരുടെ ഒത്താശയോടെ ഇവിടെ മാലിന്യം തള്ളുന്നതിനാൽ യാതൊരുവിധ പരിശോധനയും ഇവിടെ ഉണ്ടാകാറില്ല. പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് നഗരഹൃദയത്തിൽ നിർബാധം സെപ്റ്റിക് മാലിന്യം തള്ളുന്നത്. 250-ലധികം ക്യാമറകൾ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ടെങ്കിലും മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഒരു വാഹനം പോലും പിടികൂടാൻ ഇതുവരെയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. പ്രദേശത്ത് ഓട്ടോ ഓടിക്കുന്ന തങ്ങൾക്ക് ആരോഗ്യ ഭീഷണിയുണ്ടെന്നും ഓട്ടോ തൊഴിലാളികളായ KK ഗോപാലൻ, ഡ്രസിൻ എന്നിവർ പറയുന്നു. സൺ ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ചാലാണിത്. ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും വരുന്നുണ്ട്, പോലീസും വരുന്നുണ്ട്. പക്ഷേ ഇവർ തട്ടുന്ന സമയത്ത് വരുന്നില്ല. തട്ടണത് 4:30-ക്കും 6 മണിക്കുള്ളിലാണ് തട്ടുന്നത്. ആ ടൈമിൽ ഇവർ പെട്രോളിങ്ങിന് ഇറങ്ങണില്ല. ആ നേരത്ത് വന്നു കഴിഞ്ഞാൽ പിടിക്കാം, പക്ഷേ ഇവർ വരുന്നില്ല. ഞങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ വണ്ടി ഇടുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ മാറാരോഗം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്നാ വരെ ഇതിനൊരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴും വെള്ളം ഇതേമാതിരി ടാങ്കർ വന്നടിക്കും. അധികാരികളെല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സാധനം ഇവിടെ നടക്കുന്നത്. ഇത് ഡംപ് ചെയ്യണത് ഈ രാത്രി കാലങ്ങളിൽ ഇതേമാതിരി വന്നു പോണത് 250 ക്യാമറകളുടെ ഇടയിൽ കൂടിയാണ് ഈ ടാങ്കർ ലോറികൾ ഇവിടെ പാസ് ചെയ്യണത്. ഇന്നേ വരെ ഒരു വണ്ടി പിടിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കയറി ഇറങ്ങാത്ത വാതിലില്ല. കേരളം മൊത്തം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സെപ്റ്റിക് മാലിന്യം ഒഴുകിയെത്തുന്ന പ്രദേശത്തെ പൊതുകിണറുകളിൽ നിന്നാണ് തൃശൂർ നഗരത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നത് എന്നതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. ശക്തൻ നഗറിനു പുറമെ പുഴയ്ക്കൽ, മരത്താക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാണ്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ഷൊർണൂർ റോഡിൽ ഹോം പ്ലസിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ബുള്ളറ്റും 2 ബൈക്കുകളുമാണ് കത്തിയത്. വലക്കാവ് സ്വദേശി ശ്രീരാഗ്, പാലക്കാട് സ്വദേശി മുരളീധരൻ, കൊളരി സ്വദേശി വിശാഖ് എന്നിവരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. വലക്കാവ് സ്വദേശി ശ്രീരാഗിന്റെ ബുള്ളറ്റിൽ നിന്നാണ് മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നത്. ഉടൻ തന്നെ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. 3 പേർക്ക് പരിക്ക്. കോതമംഗലം കൊറ്റംചിറയിൽ 46 വയസ്സുള്ള ജയ്മോൻ, മകൾ 11 വയസ്സുള്ള ജവാന എന്നിവരാണ് മരിച്ചത്. ജയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്.
പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്തു നിന്നും മഞ്ജുവിന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെ ഖന്ന നഗറിൽ വെച്ചായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പലതവണ മറിഞ്ഞ ശേഷം റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. പിന്നിൽ വന്നിരുന്ന വാഹനം കാറിൽ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു. എന്നാൽ സ്ഥലത്തെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചതിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസും ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനാ വിഭാഗവുമാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്കേറ്റു. കുളപ്പുള്ളി കണയം റോഡിനു സമീപം താമസിക്കുന്ന മങ്ങന്നം കുന്നത്ത് വീട്ടിൽ മദനമോഹനൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. മദനന്റെ വാരിയെല്ലും മകന്റെ കാലിന്റെ എല്ലും പൊട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും വരുന്ന മകനെ കൊണ്ടുവരാൻ ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വരുന്നതിനിടെയാണ് കണയം റോഡിന് കുറുകെ KSEB വലിച്ചുകെട്ടിയ കേബിൾ കഴുത്തിൽ കുരുങ്ങി വീണത്. കേബിൾ കഴുത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിടുകയായിരുന്നു. ഇരുവരും വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 5 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. അരിമ്പൂർ നാലാംകല്ല് സ്വദേശികളും സഹോദരങ്ങളുമായ തേക്കിലക്കാടൻ വീട്ടിൽ അലൻ ജോൺസൺ, അരുൺ ജോൺസൺ, അരണാട്ടുകര രേവതിമൂല കണക്കപ്പടിക്കൽ ആഞ്ജനേയൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുപുഴ മാഷുപടി റോഡിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന അലൻ ജോൺസണും അരുൺ ജോൺസണും രാസലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പരിശോധനയ്ക്കിടെ 2 പേർ പോലീസിനെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെട്ടു. ഇവരെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കഞ്ചാവും MDMAയും വിതരണം ചെയ്യാനായി പ്രതികൾ ഉപയോഗിച്ചിരുന്നു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. നെടുപുഴ SHO ഷജുകുമാർ, SIമാരായ KR ശാന്താറാം, NP സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മേലൂർ പൂലാനി സ്വദേശിയായ പ്രണവിനെയാണ് 14 ഗ്രാം കഞ്ചാവുമായി കൊരട്ടി പോലീസ് പിടികൂടിയത്. മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പ്രണവ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ OG ഷാജു, ASI ഷീബ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TV ടോമി എന്നിവരും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 19കാരനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പള്ളിക്കൽ താഴത്തുപറമ്പിൽ അൻഷാദിനെയാണ് ചെറുതുരുത്തി പോലീസ് സാഹസികമായി പിടികൂടിയത്. ചെറുതുരുത്തിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കും ലഹരി വിൽപ്പന നടത്തിയിരുന്ന അൻഷാദ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ AR നിഖിൽ, CPOമാരായ ഗിരീഷ്, സുബിൻ ചന്ദ്രൻ, നിതീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പരിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ദൃഢവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി വ്രതാനുഷ്ഠാന പുണ്യവും പ്രാർത്ഥനാ തീക്ഷ്ണതയുമാർന്ന ആദ്യ വെള്ളിയാഴ്ച. വളരെ നേരത്തെ തന്നെ മസ്ജിദുകളിൽ ഇടം പിടിച്ച വിശ്വാസികൾ സൂറത്തുൽ കഫും സൂറത്തുൽ യാസിനും ഓതിയാണ് കുത്തൂബയുടെ സമയം വരെ വിശ്വാസപൂർവ്വം കാത്തിരുന്നത്. കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ ആദ്യ 10 മനുഷ്യരോട് കരുണയും കാരുണ്യവും കാണിക്കുവാനും ജാതിമത ചിന്തകൾക്ക് അതീതമായി പാവങ്ങളെ സഹായിക്കുവാനും കുത്തൂബയിൽ ഖത്തീബുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. അമീറുൽ മുഅ്മിനീന ഉമർ ബിനുൽ ഖത്താബ് അല്ലാഹുമ്മ അൻ സയ്യിദിൽ അഖ്താൻ അമീറുൽ മുഅ്മിനീന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒപ്പം സമാനതകളില്ലാത്ത വിധം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം പൊതുസമൂഹത്തോടൊപ്പം നിന്ന് പ്രതിരോധിക്കണമെന്നും ഖത്തീബുമാർ പറഞ്ഞു. വേനലിന്റെ അതികഠിനമായ ചൂടിലാണ് ഈ വർഷം വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. മസ്ജിദുകളിലും മറ്റും നോമ്പ് തുറയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് മഹല്ല് കമ്മിറ്റികൾ ചെയ്തിട്ടുള്ളത്. പല മസ്ജിദുകളിലും അസർ നമസ്കാരത്തിന് ശേഷം ജാതിമത ഭേദങ്ങളില്ലാതെ അവിടെ എത്തുന്ന എല്ലാവർക്കും ജീരകക്കഞ്ഞി വിതരണവും നടത്തുന്നുണ്ട്. കാരക്ക കൊണ്ട് നോമ്പ് മുറിച്ച് പിന്നീട് ജ്യൂസും പഴങ്ങളും മറ്റും കഴിച്ച് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ചായയും പ്രത്യേകം തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയും കുടിച്ചാണ് വിശ്വാസികൾ മസ്ജിദുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നത്. ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള തറാവീഹ് നമസ്കാരത്തിനു വേണ്ടി വീണ്ടും വിശ്വാസികൾ മസ്ജിദിലെത്തി രാത്രി ഏറെ വൈകിയാണ് പിരിയുക. മഹല്ല് കമ്മിറ്റികളുടെയും വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ അരിയും പലവ്യഞ്ജന സാധന സാമഗ്രികളും അടങ്ങിയ കിറ്റുകളും മറ്റും
നിർധനരായ കുടുംബങ്ങൾക്ക് വിതരണവും ചെയ്യുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നടന്ന നിസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജുമുഅ ഖുതുബയ്ക്കും നിസ്കാരത്തിനും മഹല്ല് ഖത്തീബ് കബീർ നിസാമി നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം ദുആ മജ്ലിസും നടന്നു. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ 100-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് ആവശ്യമാണെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചന്ദ്രാപിന്നി മധുരംപുള്ളിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മധുരംപുള്ളി സ്വദേശി കാരയിൽ 52 വയസ്സുള്ള ജയപ്രകാശാണ് മരിച്ചത്. മധുരംപള്ളി ഷാപ്പിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചന്ദ്രാപിന്നി ഇരിഞ്ഞാലക്കുട റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. 10 ദിവസത്തെ ഉത്സവത്തിനായി 4,55,83,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് ശേഷം തിങ്കളാഴ്ച രാവിലെ ആനയില്ലാ ശീവേലിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. ദിവസവും ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭഗവാൻ ഉത്സവ കുടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളുക. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. 10 ആനകൾ പങ്കെടുക്കുന്ന ആനയോട്ട ചടങ്ങിൽ 3 ആനകൾ മാത്രമാണ് ഓടുക. ആനയോട്ടത്തിന് ശേഷം രാത്രി കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം. 8-ാം വിളക്ക് ദിവസമായ 17-ന് ഉത്സവ ബലിയും 18-ന് പള്ളിവേട്ടയും നടക്കും. 19-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഉത്സവത്തിന്റെ 2-ാം ദിവസം മുതൽ പ്രസാദ ഊട്ടും ഉത്സവ പകർച്ചയും കലാപരിപാടികളും ഉണ്ടാകും. 4 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുക. ഇത്തവണ ആദ്യമായി ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ കൃഷ്ണഗീതി ഹാളിലാണ് പ്രദർശനം. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. എറിയാട് ചേരമാൻ സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് സ്വദേശി മുനയ്ക്കൽ വീട്ടിൽ മുച്ചു എന്ന് വിളിക്കുന്ന മുഹസിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പാലസ് ഹോട്ടലിന്റെ പരിസരത്തായിരുന്നു സംഭവം. എറിയാട് കാട്ടാക്കുളം സ്വദേശിയായ ചെമ്പോഴിപ്പറമ്പിൽ വീട്ടിൽ പൃഥ്വിരാജിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടറായ KG സജിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഷമീർ, ബിനിൽ, അനസ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് RGSAയുടെ സഹകരണത്തോടെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ LSGD ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ് വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് ഓഫീസർ PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. RGSA ജില്ലാ പ്രോജക്ട് മാനേജർ ശ്രുതി S ശിവൻ, KSSP ജില്ലാ സെക്രട്ടറി TV രാജു തുടങ്ങിയവർ സംസാരിച്ചു. കായിക താരം സൗമ്യ ദേവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PN ഇന്ദു, സംരംഭക അംബിക സോമസുന്ദരൻ, ആർട്ടിസ്റ്റും പൊതുപ്രവർത്തകയുമായ ശാന്തി ദാസ്, അഭിഭാഷകയായ ലിനി പ്രിയ വാസവൻ തുടങ്ങിയവർ സദസ്സുമായി സംവദിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഭൂമി തരംമാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പുല്ലൂറ്റ് കോഴിക്കട 16-ാം കോളനി പരിസരത്താണ് അനധികൃതമായി നിലം നികത്തുന്നത്. 7 ഏക്കർ ഭൂമിയിൽ 2 ഏക്കർ ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ്. തരം മാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറുവാനും ഇത് കാരണമാകുന്നുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് മണ്ണിട്ട് മൂടിയ തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉത്തരവ് നൽകി. തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ
PN വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 7.5 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. 2 ഏക്കർ സ്ഥലത്തിൽ തരം മാറ്റത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ തരം മാറ്റം നടത്തുമ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്ന നിയമം ഇരിക്കെ തന്നെ ഇവിടെ തോടുകൾ, പ്രത്യേകിച്ച് തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം ഈ പറഞ്ഞ 16 വീടുകളടങ്ങിയ കോളനിയും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും കയറി അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും ഈ വർഷം 5 ലക്ഷം പട്ടയങ്ങളുടെ വിതരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. മണുത്തിയിൽ നടന്ന ഒല്ലൂർ നിയോജകമണ്ഡലം പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യനിർമ്മിതമാണ്. പാവപ്പെട്ട ഒരാൾക്ക് ഭൂമി കൊടുക്കാനും അവന് രേഖ ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഉത്തോലകങ്ങളാണ് നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും. ആ ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുൻപിൽ ചെകുത്താനെ കുരിശ് കാണിച്ച് ഓടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അർഹനാണെങ്കിൽ അവന് പട്ടയം കൊടുക്കണം. അതിന് ചട്ടങ്ങളും നിയമങ്ങളും ചിലപ്പോൾ ഭേദഗതി ചെയ്യേണ്ടതായി വരുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മണ്ണുത്തി കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ ADM T മുരളി, തൃശൂർ സബ് കളക്ടറും ഒല്ലൂർ നിയോജകമണ്ഡലം നോഡൽ ഓഫീസറുമായ അഖിൽ വി മേനോൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസീൽദാർ P ജയശ്രീ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു. അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലൊരു പട്ടയ മിഷൻ രൂപീകരിച്ചു. പട്ടയ മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള വിവരശേഖരണം ഉൾപ്പെടെ നടത്താനുള്ള വിപുലമായ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്തതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ, അത് മുഖ്യമന്ത്രിയാണെങ്കിലും വെറും MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും, അത് പഞ്ചായത്താകട്ടെ, ബ്ലോക്കാകട്ടെ, ജില്ലയാകട്ടെ, കോർപ്പറേഷനാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാ ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ജനറൽ അസംബ്ലികൾ, പട്ടയ അസംബ്ലികൾ രൂപീകരിക്കുക. പട്ടയ അസംബ്ലികൾ യഥാർത്ഥത്തിൽ നിയമസഭ എന്ന് പറയുന്നത് പോലെ ഒരു ഘടകമാണ്. പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പട്ടയ അസംബ്ലിയെ നിയന്ത്രിക്കാൻ, അഥവാ ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ മിഷന്റെ നോഡൽ ഓഫീസറായി തഹസിൽദാരിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. ബോഡി ബിൽഡിംഗ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് അഞ്ചേരി ക്രിസ്റ്റഫർ സ്വദേശി ഷിൻഡോ. ഇത്തവണത്തെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ പട്ടങ്ങൾ ഷിൻഡോയുടെ പൊൻതൂവലുകളാണ്. ശരീര സൗന്ദര്യ മത്സര രംഗത്തെ മിന്നും താരമാണ് അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ സ്വദേശി ഷിൻഡോ. ഈ കാണുന്ന ട്രോഫിയും മെഡലുകളുമെല്ലാം ഷിൻഡോ വാരിക്കൂട്ടിയതാണ്. 5 തവണ മിസ്റ്റർ തൃശൂർ, 4 തവണ മിസ്റ്റർ കേരള തുടങ്ങി ബോഡി ബിൽഡിംഗ് രംഗത്ത് നേടിയത് അംഗീകാരങ്ങളുടെ നീണ്ട നിരയാണ്. ഇത്തവണത്തെ മിസ്റ്റർ തൃശൂരും മിസ്റ്റർ കേരളയും മാത്രമല്ല, മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ പട്ടവും ഈ ബോഡി ബിൽഡർ കയ്യെത്തി പിടിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളായ ക്രിസ്റ്റഫർ നഗർ പല്ലിശ്ശേരി ആൻഡുവും ഷീബയും പിന്നെ ഭാര്യ ഡീനയും നൽകുന്ന പിന്തുണയാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമെന്ന് ഷിൻഡോ പറയുന്നു. 4 തവണ മിസ്റ്റർ കേരളയുണ്ട്, 5 തവണ മിസ്റ്റർ തൃശ്ശൂർ ആയിണ്ട്. ഇപ്പോൾ മിസ്റ്റർ സൗത്ത് ഇന്ത്യ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. വേൾഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആവുക, ഫേമസ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഞാനൊരു സിഗ്നേച്ചർ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ജിമ്മ് ഞാൻ പാലിയേക്കര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഫിറ്റ്നസ്, അതേപോലെ തന്നെ ബോഡി ബിൽഡിങ്, ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത്. താൻ പരിശീലിപ്പിച്ച പ്രിയങ്ക മുരുകൻ ഇത്തവണ തന്നോടൊപ്പം വനിതാ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായ സന്തോഷത്തിൽ കൂടിയാണ് ഷിൻഡോ. ഞാൻ 3 തവണ മിസ്റ്റർ തൃശ്ശൂരായിരുന്നു, അതുപോലെ തന്നെ മിസ് കേരളയാണ് 3 പ്രാവശ്യം. എന്നെ കോച്ച് ചെയ്യിപ്പിക്കുന്നത് ഷിൻഡോ ചേട്ടനാണ്. അപ്പോൾ ഷിൻഡോ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു കേരള കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്. അതിൽ വിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. യുവാക്കൾ ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നതിന് പകരം ശരീരവും ആരോഗ്യവും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശവുമായി പാലിയേക്കരയിൽ സിഗ്നേച്ചർ എന്ന പേരിൽ
ഫിറ്റ്നസ് സെന്ററും ഷിൻഡോ നടത്തുന്നുണ്ട്. തൻ്റെ നല്ല പ്രായത്തിൽ നല്ലൊരു ജിമ്മനായിരുന്ന ആൻഡു എന്ന ഈ പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് ഷിൻഡോ ഇപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. ഷിൻഡോയുടെ അനുജൻ ലിൻഡോയും മിസ്റ്റർ കേരളയാണ്. 3 ജിമ്മന്മാർ. അതുകൊണ്ട് തന്നെ ഇവർക്കിത് വീട്ടുകാരുമാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. തൃശൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ നാരി സങ്കല്പം എന്ന മിഥ്യ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ച് ജോയിന്റ് കൗൺസിൽ ജില്ലാ വനിതാ കമ്മിറ്റി. വനിതാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് VV ഹാപ്പി സംവാദം ഉദ്ഘാടനം ചെയ്തു. കവയത്രി വിജയരാജമല്ലിക വിഷയാവതരണം നടത്തി. വനിതാ കമ്മിറ്റി പ്രസിഡന്റ് P അരുണ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മിറ്റി സെക്രട്ടറി PN നിത, ജോയിന്റ് സെക്രട്ടറി EG റാണി തുടങ്ങിയവർ സംസാരിച്ചു. VJ മെർലി, R ഹരീഷ് കുമാർ, VR സുജീഷ് കുമാർ, TG വിജിമോൾ, AN ലിഷ, G പ്രസീത എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളത്ത് ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. 21 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ 7 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ KS, S രശ്മി, സജീഷ് PS എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ അറിയിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി 5-ാം നമ്പർ ഗേറ്റിന് മുൻവശത്തെ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളം ഒഴുകി റോഡ് തകർന്ന് അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളമൊഴുകിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ കോർപ്പറേഷൻ അധികൃതരോ ജലസേചന വകുപ്പോ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. ആന്റണി തട്ടിൽ, ടോജോ തിമോത്തി, പോളി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൊരട്ടി ഖന്ന നഗറിലെ പ്രവർത്തനം നിലച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് വളപ്പിൽ അഗ്നിബാധ. വെള്ളിയാഴ്ച വൈകിട്ടാണ് പുല്ലിന് തീപിടിച്ചത്. കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നുവെങ്കിലും വിവരം അറിഞ്ഞെത്തിയ ചാലക്കുടി അഗ്നിശമന സേനാ വിഭാഗം തീയണയ്ക്കുകയായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരപരിസരങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് മാലിന്യം തള്ളുന്നത് എന്ന് ആക്ഷേപം. പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. തൃശൂർ നായ്ക്കനാലിൽ ഹോംപ്ലസിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊരട്ടി മുരിങ്ങൂരിൽ കാർ അപകടത്തിൽപ്പെട്ട് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജയ്മോൻ, ജോവാന എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ പലതവണ മറിഞ്ഞ ശേഷം റോഡരികിലെ മരത്തിൽ ഇടിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്ക്. കുളപ്പുള്ളി സ്വദേശി മദനമോഹനൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. നെടുപുഴയിൽ വാടക വീട്ടിൽ നിന്നും 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസ് പിടിയിലായി. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥന നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.